മലപ്പുറം താനൂരിൽ കാണാതായ പെൺകുട്ടികളെ കണ്ടുകിട്ടിയിരുന്നു. അവരെ ഇന്ന് കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ഇവരെ നാടുവിടാൻ സഹായിച്ച യുവാവുണ്ട്, റഹീം അസ്ലം. ഈ യുവാവ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് വാർത്ത. മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീമിനെ താനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പെൺകുട്ടികളെ ഇത് ഉച്ചയോടെയാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത്. പോലീസ് സംഘം അവരെയും കൊണ്ട് തിരൂരിലെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടുക. എന്തായാലും ശിവദാസ് കന്മനം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഈ യുവാവിലേക്ക് പോലീസിന് കൃത്യമായി എത്തിച്ചേരാൻ എന്താണ് സഹായിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വീണ, ഇന്ന് ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടികളെ തിരൂരിൽ എത്തിക്കുക. ഇന്നലെ വൈകിട്ട് ഏകദേശം 5:15 കൂടിയാണ് ഈ പെൺകുട്ടികളുമായി താനൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഈ പെൺകുട്ടികളെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉച്ചയ്ക്ക് ഏകദേശം 1:15 ഈ പെൺകുട്ടികളെ കാണാതായത്. അതിനുശേഷം വ്യാപകമായ ഒരു തിരച്ചിലാണ് നടത്തിയിരുന്നത്. വ്യത്യസ്ത മേഖലകളിൽ അടക്കം തിരച്ചിൽ നടത്തി, സമീപ ജില്ലകളിലും തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീടാണ് ഈ പെൺകുട്ടികൾ മുംബൈയിൽ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. അതായത് മൊബൈൽ ലൊക്കേഷൻ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടികൾ മുംബൈയിൽ ഉള്ളതായി മനസ്സിലാക്കിയത്. പിന്നീട് അതിനുശേഷം അവിടെ നിന്നുള്ള അവരുടെ ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിരുന്നു. അവിടെ നിന്നും ഒരു സലൂണിൽ നിന്നും മുടി മുറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. സലൂൺ ഉടമ ചോദ്യം ചെയ്തപ്പോൾ ഈ കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ആ കുട്ടികൾ അവിടെ ഒരു വിവാഹത്തിന് വേണ്ടി പോവുകയാണ്, സുഹൃത്തിന്റെ വിവാഹത്തിന് വേണ്ടി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഈ പെൺകുട്ടികളോടൊപ്പം ഒരു യുവാവും ഉണ്ടായിരുന്നു. എടവണ്ണ സ്വദേശിയായ, മലപ്പുറം നിലമ്പൂരിന് സമീപമുള്ള എടവണ്ണ സ്വദേശിയായ റഹീമാണ് ഈ പെൺകുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ പോലീസ് ഈ യുവാവിനെയും ട്രേസ് ചെയ്തിരുന്നു, പിന്തുടർന്നിരുന്നു. പിന്നെ യുവാവ് വഴിയാണ് ഈ പെൺകുട്ടികൾ എവിടെ എത്തി എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പക്ഷേ ഈ യുവാവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസിന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് തിരൂരിൽ എത്തിയപ്പോൾ, മുംബൈയിൽ നിന്നും ഈ യുവാവ് തിരൂരിൽ എത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. യുവാവിനെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. ഈ യുവാവ് എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഈ യുവാവ് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത്, അത്തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശങ്ങൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും യുവാവ് ഇപ്പോൾ കസ്റ്റഡിയിലാണ്, ഈ കസ്റ്റഡിയിൽ ഉണ്ട്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12:30 2 പെൺകുട്ടികളും താനൂരിൽ നിന്ന് പോയ 4 അന്വേഷണ സംഘവും 12:30 തിരൂരിൽ എത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം രക്ഷിതാക്കൾക്ക് കൈമാറും. പിന്നീട് കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്തായാലും പെൺകുട്ടികൾ തിരിച്ചു എത്തിയതിൽ വലിയ ആശ്വാസത്തിലാണ് കുടുംബം. ഓക്കെ, ശരി ശിവദാസ്.